റീബർത്ത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓരോരുത്തരുടെയും റിക്വസ്റ്റ് പ്രകാരം ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമോ അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്കിങ്ങനെ വിഷയങ്ങൾ ഇട്ട് തരും. അപ്പം അങ്ങനെയാണ് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. അപ്പം കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ, അറിയാൻ ഏറെ ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് അപ്പം ഇതിനു മുന്നേ വിഷയം ഇത് തന്നെയായിരുന്നെങ്കിലും വേറൊരു ടോപ്പിക്ക് വേറൊരു രീതിയിലാണ് ഞാൻ ഇനി അവതരിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ കൂടെ കണ്ടിട്ടായിരിക്കണം കുറേയധികം ഡൗട്ടുകൾ വരികയൊക്കെ ചെയ്തത്. അപ്പം ഇത്തവണ ഞാൻ വന്നിരിക്കുന്ന വിഷയം കൈവിഷബാധ അല്ലെങ്കിൽ കൈവിഷം എന്താണ്, ശരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ടോ, ഇത് എപ്പോഴാണ് നമ്മളിൽ വർക്കാവുക, അല്ലെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു 100 തവണ ആലോചിച്ചു വേണോ ഇത് ചെയ്യണോ. അപ്പം മെഡിറ്റേഷൻ്റെ സമയത്താണേലും എൻ്റെ ഉറക്കത്തിൻ്റെ സമയത്താണല്ലോ എനിക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പലപ്പോഴും ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ ഉണർന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. എനിക്ക് ഉത്തരമായിട്ട് ഒരുപക്ഷെ യൂണിവേഴ്സ് കാണിച്ചു തന്നായിരിക്കും നീ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഇതേ സംശയം ഒരാളുടെ വായിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പം ഞാൻ എന്നാൽ കരുതി അത്തരത്തിലൊരു വീഡിയോ ആകാം, അതെനിക്കുള്ള ആൻസർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ കൈവിഷം എന്താണ് അല്ലേ, നമുക്കറിയാം. നമ്മളൊരാളെ ആഹാരത്തിലൂടെ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം ആരെങ്കിലും ആഹാരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ആ വ്യക്തിയുടെ ശരീരത്തിൽ ചെന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നാണ് കൈവിഷം എന്ന് പറയുന്നത് അല്ലേ. ഈ കൈവിഷം കൊടുക്കുന്നവർ അറിയാത്തതും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈവിഷബാധ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഛർദ്ദിപ്പിക്കാൻ തിരുവിഴ പോലെ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ അതിനുള്ള മരുന്നുണ്ട് എങ്കിൽ കൂടിയും പലപ്പോഴും 9 വർഷം 15 വർഷമൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയുമെങ്കിലും അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു അസുഖം പോലെ ആയിത്തീരാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. 9 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. പക്ഷെ എന്നാൽ തന്നെയും 9 വർഷവും 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഉപയോഗിച്ച വ്യക്തി ആരാണോ ഇത് കഴിച്ചയാൾ ആ ആളുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ടാവാം, ശരീരം ക്ഷീണിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ഫിസിക്കലി ആ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടു പോവുകയും സാമ്പത്തികമായിട്ട് വളരെ തകർന്നു പോവുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അതിന് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിശ്വസിക്കാതിരിക്കുക. എന്നോട് പലപ്പോഴും പലരും ഫോൺ ചെയ്ത് ചോദിക്കും എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, പ്രതിവിധി എന്താണ്. അപ്പം ഞാൻ പറയും നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൈവിഷം സ്വന്തം ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അമാവാസി പൗർണമി ദിനങ്ങളിലൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അറിയാൻ കഴിയും. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം പൗർണമി എന്താണ്, അമാവാസി എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. പൗർണമി ദിവസവും അമാവാസി ദിവസവും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒരുമാതിരിപ്പെട്ട വാദസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ കൈവിഷബാധയൊക്കെ ഏറ്റിട്ടുള്ള ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിലും അവരുടെ മാനസിക നിലയിലും ഒക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും അവർ വേറൊരു വ്യക്തിത്വങ്ങളായിട്ട് പലപ്പോഴും പെരുമാറുന്നത് കാണാൻ സാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സ്ഥിരമായി ഇത് ഏറ്റ ആൾക്കാരുടെ കണ്ണ് ചുമന്ന് കിടക്കുക, അവരുടെ ശരീരം കണ്ടമാനം ക്ഷീണിക്കുക, അതേപോലെ തന്നെ അവർ ആഹാരത്തിനോട് രുചി ഇല്ലാതെ വരിക. കാരണം ഉറക്കക്കുറവാണ് ആഹാരത്തിന് രുചി ഇല്ലാതാവുന്നതിൻ്റെ പ്രധാന കാരണം. അവർക്ക് ഉറക്കം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന ആഹാരത്തിനൊന്നും തന്നെ അവർക്ക് ടേസ്റ്റ് തോന്നാത്ത ഒരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഇത് പിന്നീട് അവർക്ക് പല ഇഷ്യൂസായി. ആഹാരം കഴിച്ചാൽ തന്നെയും പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥ വരിക. അപ്പോൾ ഇതൊക്കെ ഈ കൈവിഷം പോലെയുള്ള സാധനങ്ങൾ ഉള്ളിൽ ചെല്ലുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അതിനേക്കാളൊക്കെ ഏറ്റവും ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കൊടുക്കുന്ന ആൾക്കും ഇതിന് പരിഹാരം അറിയില്ല. ഇത് ചെയ്യുന്ന ആൾ എന്തൊക്കെയോ പഠിച്ചു വെച്ച അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എഴുതി വെച്ച കാര്യങ്ങൾ പഠിച്ചതാവാം. പഠിച്ച ആൾക്ക് ഇതിനെ മാറ്റാനുള്ള വിദ്യ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. കാരണം ഇത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെ ഇല്ലാതാക്കണമെന്ന് കൊടുത്ത ആൾക്ക്, ഇത് ആരാണോ ആരെയും കൊടുത്തു വിടുന്നു ആ വ്യക്തിക്ക് അറിയില്ല. അപ്പം ഇത് ഏറ്റ ആള് എത്ര തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും പലപ്പോഴും രക്ഷപ്പെടാൻ സാധിക്കാതെ അതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പം കൈവശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈവശം ഉള്ളത് കൊണ്ടാണല്ലോ മഹാദേവന്റെ ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു മരുന്നുള്ളത് അല്ലേ. അതില്ല എങ്കിൽ അത്തരത്തിലൊരു മരുന്ന് അവിടെ ഉണ്ടാവുകയില്ല. അപ്പം അത് ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. താന്ത്രികവും മാന്ത്രികവും എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മെഡിറ്റേഷനകത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പെട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അത് ഒരു ജീവിതത്തിന്റെ ഒരു അവസാനമാണ് എന്ന് വിശ്വസിക്കുകയും അതിൽ പെട്ടുപോവുകയൊന്നും ചെയ്ത് ഒരുപാട് വിഷമങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ഒന്നും പോവാതിരിക്കുക. നിങ്ങളതിൽ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്കത് ഏക്കില്ല. നിങ്ങൾ ഈശ്വരന്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് ജീവിക്കുന്നുള്ള കരുതലോടുകൂടി ജീവിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളും എല്ലാവരും ഈശ്വരനിൽ സമർപ്പിക്കുക നിങ്ങളെ തന്നെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാം. ക്ലെൻസിങ് പ്രോസസ്സ് കല്ലുപ്പിട്ട വെള്ളത്തിലൂടെ ചെയ്യാം. അതേപോലെ തന്നെ നാരങ്ങ ഒഴിച്ച വെള്ളത്തിൽ കുളിക്കാം. അഷ്ടഗന്ധങ്ങളും അല്ലെങ്കിൽ ദശാംഗം, കുന്തിരിക്കം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പുകയ്ക്കാം. നിങ്ങളുടെ ചുറ്റിനും ആ പുക ഏൽക്കുന്ന രീതിയിൽ 3 വട്ടം ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ഒക്കെ ചുറ്റിക്കാം. പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. ഓവർനൈറ്റ് നിങ്ങളൊരു വെള്ളം വാട്ടർ എനർജൈസ് ചെയ്തിട്ട് അത് കുടിക്കാം. പല പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റാൻ കഴിയും. പ്രോപ്പറായിട്ട് ഒരു 21 ദിവസമൊക്കെ മെഡിറ്റേഷൻ്റെ ഒരു പ്രോപ്പർ ലെവൽ എടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ലെവലിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു കാര്യം. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വഴി നിങ്ങളുടെ അവസ്ഥകൾ എങ്ങനെ മാറുന്നു എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഓരോ സമയത്തും നിങ്ങളുടെ ക്യാരക്ടറിനകത്ത് ചേഞ്ച് വരുന്നു, നിങ്ങൾ ഇങ്ങനെ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആകുന്നു എന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് സ്വയം അനലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ സ്വയം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങളെ ബാധിച്ചതാണോ, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ശക്തികൾ നിങ്ങളെ ബാധിച്ചാണോ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, അമാവാസി പൗർണമി ദിനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മൾ വീടിന്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് വീട്ടിലോട്ട് വന്ന് കയറാനേ തോന്നുന്നില്ല. അതേപോലെ വീടിന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് വളരെ പോസിറ്റീവ് മൈൻഡ് വരികയും വളരെ വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ വീടിനകത്ത് വരുമ്പോൾ നമുക്ക് വീടിനകത്ത് ആ ഒരു ഊർജ്ജസ്വലതയും ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും ഒന്നും കിട്ടാതെ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു നിങ്ങളെ സ്വയം നിരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമാകേണ്ടി വരും. തിരിച്ചടികൾ ഉണ്ടാവും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത്. ഒരു കുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നമുക്ക് അസൂയ വരാം, കുശുമ്പ് വരാം, വൈരാഗ്യം വരാം. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. പക്ഷെ അത് ഒരാളെ തകർക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം നിങ്ങൾ അത്തരത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കേണ്ടി വരുന്നത് മക്കളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന ഒരു 7 തലമുറയോളം ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് മറ്റൊരു വ്യക്തിയെ തകർക്കണമെന്ന് ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈശ്വരനിൽ വിശ്വസിക്കുക. പൈശാചിക മൂർത്തികളെ ഒന്നും സേവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. നല്ല നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിനോട് സംസാരിക്കുക. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുന്നവരായി മാറുക. ഒരാളെയും തകർക്കുന്ന മൈൻഡ് സെറ്റ് കൊണ്ടു നടക്കരുത്. പിന്നെ കൈവശബാധ ഏറ്റവരൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരിക. പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? എന്തെങ്കിലും അസുഖങ്ങളാണോ നിങ്ങളെ തളർത്തുന്നത്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ നിങ്ങളെ തളർത്തുന്നത്? നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. അതിനുവേണ്ടി മുൻകരുതൽ എടുക്കാൻ ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് എടുക്കുകയും ഈ പ്രശ്നങ്ങളിൽ നിന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും ഒന്നിൻ്റെ അവസാനമല്ല. അങ്ങനെ ഒരുപാട് കരുതി വിഷമിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കരുതി നിങ്ങൾ വിഷമിച്ച് തകർന്നു പോയി അങ്ങനെയുള്ള ചിന്തകളൊന്നും നിങ്ങൾക്ക് വേണ്ട. ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കും. അത് മെഡിറ്റേഷനിലൂടെ, പ്രാർത്ഥനയിലൂടെ, അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള ടെൻഷനും പ്രയാസവും ഒന്നും വേണ്ട. ഇന്ന് എൻ്റെ വീഡിയോ ഇത്തരത്തിലൊരു ചിന്തയോടുകൂടി ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ജെൻസ് ഉള്ളി, ഫീമെയിൽസ് ഉള്ളി. ശനി ഞായർ നൈറ്റ് 8 to 9 അതിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതായത് പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ ബാച്ച് 1 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഹീലിങ്ങിൻ്റെ നമ്പർ, റേക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് ഒക്കെ മിക്സ് ചെയ്തൊരു ഹീലിംഗ് തെറാപ്പിയാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഹീലിങ്ങിൻ്റെ നമ്പർ കൊടുത്തേക്കാം. വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.